റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, കൂടെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ധൈര്യമൊന്നും കിട്ടില്ല കേട്ടോ. അള്ളാഹു കൂടെയുണ്ട് എന്ന് നമുക്ക് ബോധിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അന ഇൻദ ظنി അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എൻ്റെ അബ്ദ് എങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് എന്ന് അള്ളാഹു ജല്ല ജലാലു. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു റഹ്മത്താണ്. നമ്മൾക്ക് വിചാരിക്കാൻ വലിയ പ്രയാസമുണ്ടോ? എൻ്റെ റബ്ബ് എന്നെ കൈവെടിയുകയില്ല, കുറച്ച് കുറക്കാം, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും, ഞാൻ വലിയ ഒരു പ്രതിസന്ധിയിലാണ്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റാനും കൈപിടിക്കാനും എൻ്റെ റബ്ബിനെ കൊണ്ട് സാധിക്കുമല്ലോ എന്ന് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ ചെയ്തിരിക്കും. ആ ഹദീസ് എത്ര മനോഹരമാണ്. അന ഇൻദ ظنി അബ്ദി ബി, അള്ളാഹുവിൻ്റെ അള്ളാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസാണത്. അള്ളാഹു തആല പറയാം, ഞാൻ എന്നെക്കുറിച്ച് എങ്ങനെയാണോ എൻ്റെ ദാസൻ എൻ്റെ ദാസി ഒരു ആണോ പെണ്ണോ എന്നെ സംബന്ധിച്ച് ഒരു വിശ്വാസിയും വിശ്വാസിനെയും എന്നെ സംബന്ധിച്ച് എങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലൊന്നും ജീവിതത്തിൽ വിചാരിക്കില്ല, എന്നാൽ പടച്ചോൻ്റെ ഒരു സഹായവും ആ ലൈഫിലേക്ക് വരില്ല, അങ്ങനെ കഴിഞ്ഞു പോകും, അതങ്ങനെ തീർന്നു പോകും. നിങ്ങൾ അള്ളാഹുവിന് ഇടപെടുത്തുന്നുണ്ടോ? റബ്ബ് തആലയുടെ ചില ഖുദ്റത്ത് കെ കരിഷ്മെ എന്ന് പറയും, അള്ളാഹുവിൻ്റെ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് അള്ളാഹ്സ് ഇൻ്റർഫിയറൻസ്, പടച്ചതമ്പുരാൻ്റെ ഇടപെടലിൻ്റെ പ്രകടനം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. വിചാരിക്കാത്തിടത്ത്, നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ അള്ളാഹു തമ്മിൽ ഇടപെടുന്നത് കാണാം. എപ്പോഴെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിനെ ഇടപെടുത്താൻ നിങ്ങളുടെ ഖൽബ് കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ അമലാണ് ഇറാദത്ത്. നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു മുരീദാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ്, അള്ളാഹു ഇറാദത്തുള്ളവനാണ്. സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇറാദത്താണ് കുൻ ഫയകൂൻ. ഏതൊരു കാര്യവും ഉണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇറാദത്താണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചെറിയൊരു പോർഷൻ അള്ളാഹു തആല നമുക്ക് അതിൻ്റെ സാമ്പിൾ തന്നു. അള്ളാഹിൻ്റെ ഇറാദത്തും നമ്മുടെ ഇറാദത്തും രണ്ടും രണ്ടാണ്. പക്ഷേ നമുക്കതിൻ്റെ ചെറിയൊരു സാമ്പിൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ചില ലോക്കുകൾ അള്ളാഹു നമ്മുടെ മൈൻഡിൽ കൊടുത്തിരിക്കുകയാണ്, നമ്മുടെ മനസ്സിന് കൊടുത്തിരിക്കുകയാണ്. സങ്കടപ്പെടണം എന്ന് തോന്നുമ്പോൾ സങ്കടപ്പെടുകയും കണ്ണിന്ന് കണ്ണീര് വരികയും ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അഭിനയിക്കുന്നത് മുഴുവൻ ഗ്ലിസറിൻ തേച്ചിട്ടൊന്നുമല്ല. കുറേ ആളുകൾക്ക് അതങ്ങോട്ട് വരുത്താൻ പറ്റും. എനിക്കിപ്പോൾ സങ്കടമാണ്, ഞാൻ സങ്കടത്തിന് കഥാപാത്രത്തെ ആവാഹിക്കണം എന്നൊക്കെ പറയില്ലേ, ആവാഹിക്കാൻ വേണ്ടി സ്റ്റാർട്ട്സ് എന്ന് പറയുമ്പോൾ ആ ഭാവങ്ങളിൽ കരച്ചിലും കണ്ണീരുമൊക്കെ കൊണ്ടുവരാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. ചിരിക്കണം, മിണ്ടാണ്ടിരിക്കുന്ന ഒരു നടനാണ്, ആ മനുഷ്യനെ കൊണ്ട് ചിരിപ്പിക്കണമെന്ന് പറയാണ്, അല്ലെങ്കിൽ ഒരാൾ ആക്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഉറക്കെ ചിരിക്കാൻ പറ്റും, ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ല. പക്ഷേ ഇറാദത്ത് ഉദ്ദേശിക്കുക എന്ന് പറയുന്ന താക്കോലുകൊണ്ട് തിരിച്ചു കൊടുത്താൽ മനുഷ്യൻ്റെ ഭാവങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്, ഇല്ലേ? ഒക്കെ പോട്ടെ, നമ്മൾ വാഷ്റൂമിൽ പോകാതെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വാഷ്റൂമിലാണ് എന്ന് ചിന്തിച്ച് ബ്രെയിനിൽ താക്കോൽ ഓൺ ചെയ്താൽ ഇവിടെയൊക്കെ ക്ലീൻ ആക്കേണ്ടി വരും. ഇപ്പോൾ ആ ചാവി നമ്മൾ പൂട്ടിവെച്ചതാണ്, വേറെ ഒരു കീ അതിനില്ല. ഉണ്ടോ? അവിടെ എത്തുമ്പോൾ ബ്രെയിനോട് പറയാൻ, ശരി എന്നാൽ തുറന്നേക്ക്, ഇതതിന് പറ്റിയ സ്ഥലമാണ്, വൃത്തിയാക്കാൻ സൗകര്യമുണ്ട്, ഇത് അതിൻ്റെ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിസർജ്യം പുറത്തേക്ക് വരികയാണ്. ഇല്ലേ? ആൾ സ്റ്റോപ്പാവാണ്. അള്ളാഹു മനുഷ്യന് തന്നൊരു ഇറാദത്തിൻ്റെ വലിയൊരു ഹിക്മത്താണ്. നമ്മൾ പോലും പൊക്കേണ്ടി വരും നമുക്ക് എണീക്കാൻ, അല്ലേ? നേരെ മറിച്ച് നമുക്ക് എണീക്കണം തോന്നുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു. ആ എഴുന്നേൽക്കേണ്ട സ്വിച്ച് എന്താ? നിങ്ങൾ ഇരിക്കല്ലേ, എഴുന്നേൽക്കാനുള്ള സ്വിച്ച് എന്താ? എപ്പോഴെങ്കിലും എഴുന്നേൽക്കുക? നമ്മുടെ ബ്രെയിനിനോട് പറയാണ് എനിക്ക് എഴുന്നേൽക്കണം. അതാണ് ഇറാദത്ത്. മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ലോകത്ത് അള്ളാഹുവിൻ്റെ കുൻ എന്ന് പറയുന്ന ഇറാദത്ത് കൊണ്ട് റബ്ബ് തആല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. നമുക്ക് മനസ്സിലാക്കി തരാനാണത്.
നമുക്ക് ഒരു ചെറിയ താക്കോൽ അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകുന്നുണ്ട്, എണീക്കണമെന്ന് തോന്നുമ്പോൾ എണീക്കുന്നുണ്ട്, കട്ടിൽ കിടക്കണം എന്ന് തോന്നുമ്പോൾ കിടക്കുന്നുണ്ട്, നടക്കണം ഓടണമെന്ന് തോന്നുമ്പോൾ ഓടുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് അന ഇൻദ ളന്നി അബ്ദി ബി, സയ്യിദുന മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും ഇറാദത്ത് എന്ന് പറഞ്ഞ താക്കോല് കൊണ്ട് റെഡിയാവാൻ പറയാൻ. നിങ്ങൾ രണ്ടുപേരും മനസ്സിനോട് പറയുക, ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, നിങ്ങളെ കണ്ടുകൊണ്ടും നിങ്ങളെ കേട്ടുകൊണ്ടും ഞാൻ അല്ലാഹു ജല്ല ജലാലു നിങ്ങളുടെ കൂടെയുണ്ട്. ഖാല ലാ തഖാഫ, അതുകൊണ്ട് പേടിക്കേണ്ട. അപ്പം നമ്മളോട് തന്നെ പറയേണ്ട ഒരു വിഷയമുണ്ട് അവിടെ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇത് അമ്പിയാക്കന്മാർക്ക് പറയാൻ കഴിയുമ്പോൾ ദേ ഹാവ് ഷോൺ മിറക്കിൾസ്. നമുക്കത് പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ നോർമൽ ലൈഫ് ലോക്കൽ ട്രെയിനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട്, നമ്മൾ ബുള്ളറ്റൊന്നും കയറിയിട്ടില്ല. നമ്മളിപ്പോൾ ട്രാമ്പിൽ ഇങ്ങനെ മെല്ലെ ഓടുന്നോ കയറുന്നുണ്ട്, ഇറങ്ങണോ ഇറങ്ങുന്നുണ്ട്, മെല്ലെ ഇങ്ങനെ പോവാണ്. നേരെമറിച്ച് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് നമുക്ക് ബോധിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വരാൻ പോകുന്നതിനെക്കുറിച്ച് അവർക്ക് പേടിയില്ല, കഴിഞ്ഞതിനെക്കുറിച്ച് സങ്കടവുമില്ല. രണ്ടിൻ്റെ ആവശ്യമില്ല. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും അല്ലാഹു ജല്ല ജലാലു മനുഷ്യന് ഉറപ്പ് തന്നതാണ്. സയ്യിദുന മൂസ അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ദഅവത്തിൻ്റെ ശൈലിയെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഖാല ലാ തഖാഫ, നിങ്ങൾ ഭയപ്പെടരുത്. ഖുർആൻ എവിടെയൊക്കെ ഭയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ലാ തഖഫ്, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കരുത്, പേടിക്കരുത്, പേടി വേണ്ട എന്ന് നെഗേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ പേടി എന്ന വാക്കിനെ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ കോണ്ടെക്സ്റ്റ് മുഅ്മിനീങ്ങളോട് പറഞ്ഞെടുത്ത് മുഴുവനും അതാണ്, പേടിക്കരുത്, പേടിക്കരുത്, പേടിക്കരുത്. ചില പറയില്ലേ പേടി വേണ്ട ജാഗ്രത മതി. ജാഗ്രതയെ വേണ്ടതുള്ളൂ, അത് ശരിയാണ്, ഇപ്പോൾ തമാശയായി പറയുന്ന വാക്കാണ്. പക്ഷേ ജാഗ്രതയെ വേണ്ടതുള്ളൂ. എക്സാമിന് പേടിച്ച് കുട്ടികൾ പേടിച്ച് ഉറക്കം വരാണ്ടായിപ്പോയി, എക്സാമിന് പഠിക്കാനും പറ്റുന്നില്ല, ജയിക്കാൻ പറ്റുമോ? അവിടെ എക്സാമിന് പ്രിപ്പയർ ആവുക, പേടി എന്നതിനെ മാറ്റിവെക്കുക. എന്തേ? എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ റബ്ബിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെ എൻ്റെ റബ്ബിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ്. അന ഇൻദ ളന്നി അബ്ദി ബി, ഈ ഹദീസ് സ്വഹീഹായ വളരെ പ്രശസ്തമായ ഹദീസാണ്, വളരെ മഷ്ഹൂറാണ്. അന ഇൻദ ളന്നി അബ്ദി ബി, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിചാരം എങ്ങനെയാണോ ആ വിചാരത്തിനനുസരിച്ച് അള്ളാഹു നമ്മളിൽ ഇടപെടും എന്ന് പറയുന്ന ഒരാശയത്തേക്കാൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മനസ്സിലാക്കാൻ വേറെ എന്താ വേണ്ടത്? നിങ്ങളാരോടെയും പറയാം എന്നെപ്പറ്റി നീ എങ്ങനെ വിചാരിക്കും, ഞാൻ അങ്ങനെയാണ്, അങ്ങനെ നടക്കുമോ? എൻ്റെ കടക്ക് മൂപ്പര് വീട്ടിൽ തെരഞ്ഞു വെച്ചു, മൂപ്പർക്ക് തന്നെ കട ഉണ്ടാവും, ചിലപ്പോൾ കൂട്ടാൻ പറ്റില്ല. എൻ്റെ അസുഖം മൂപ്പർക്ക് മാറ്റി തരാൻ പറ്റൂല, മൂപ്പർക്ക് തന്നെ അസുഖം ഉണ്ടായിരിക്കും. മനുഷ്യൻ എന്ത് പറഞ്ഞാലും മനുഷ്യൻ ദുർബലനാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ മൂപ്പര് അമ്മായിൻ്റെ മോനെ എറണാകുളത്ത് ഒരു ജോലിക്ക് ഏൽപ്പിച്ചിട്ട് പോരുമ്പോൾ പറയാം എന്തുണ്ടെങ്കിലും വിളിച്ചോണ്ടിട്ടോ. ആ വിളിച്ചോളാം, ആരെയെന്ന് ചോദിച്ച്. അപ്പോൾ നിങ്ങളെ അബൂബക്കർക്കാരനെ വിളിക്കാനല്ലേ പറഞ്ഞത്? അല്ലല്ല, അവിടേക്ക് വിളിച്ചോണ്ടിട്ടോ എന്നാണ് പറഞ്ഞത്. നമ്മൾ വിളിച്ചിട്ട് എന്ത് ചെയ്ത് കൊടുക്കാനാണ് മൂപ്പര് പറയാം, എന്തുണ്ടെങ്കിൽ വിളിച്ചോണ്ടിന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വിചാരിച്ചു കാക്കാനെ വിളിക്കാനായി പറയണത് എന്ന്. അല്ല, അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. മൂസ അലൈഹിസ്സലാമും ഹാറൂൻ നബിയും വലിയ ഒരു ദൗത്യത്തിന് പോകുമ്പോൾ ആ ദൗത്യത്തിന് ഇവരെ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ. അള്ളാഹു അവരെ പ്രിപ്പയർ ചെയ്യണ്ടേ? ഒരു മനൂവർ നടക്കാൻ പോവാണ്, ഒരു സൈനിക ഇടപെടൽ നടക്കാൻ പോവാണ്. അപ്പോൾ നിർബന്ധമായും അവരതിനെ പ്രിപ്പയർ ആവണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ നിങ്ങൾ മുമ്പ് ക്ലാസ് എടുക്കുകയാണ്, നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് എനിക്ക് മണിക്കൂറുകളോളം ആലോചിക്കണം, ഞാൻ വായിക്കണം, മുത്താലാഴ ചെയ്യണം. നിഷാദ് സാഹിബ് വീട്ടിൽ വന്നു, എനിക്കൊരു 10 മിനിറ്റ് ഒപ്പിരുന്ന് കൊടുക്കാൻ സമയം കിട്ടിയില്ല, ഞാനും തിരക്കിലായിരുന്നു. എന്തേ പടച്ചോനെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ മുമ്പിങ്ങനെ വിട്ടങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാനതിനെ പ്രിപ്പയർ ചെയ്തെങ്കിലേ പഠിച്ചെങ്കിലേ ഈ ടാസ്ക് എനിക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ. പ്രിപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു വലിയ സ്ഥാപനം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, ഒരു ബിൽഡിംഗ് ഇസ്ലാം സെൻ്റർ പുതിയ കെട്ടിടം ഉണ്ടാക്കാമെന്ന് സങ്കല്പിക്കുക. അത് ഇൻഷാ അല്ലാഹ് യാഥാർത്ഥ്യമാവട്ടെ, മുസഫയിൽ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അതിനെ
പ്രിപ്പറേഷൻ സ്റ്റേജ് ഒരുപാട് സമയമെടുക്കുക കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ എളുപ്പമായിരിക്കും. അത് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുത്തിരിക്കണം, ഇതൊക്കെ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് ഫൈനൽ രൂപത്തിൽ എത്തിയതിന് ശേഷം ഒരു എഞ്ചിനീയറുടെ ഒരു കൺസൾട്ടൻറ്റിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ ബാക്കി അവർ ചെയ്തോളും. നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യാതെ, നമ്മൾ സാധാരണഗതിയും പ്രവാസികളൊക്കെ അങ്ങനെ, പൈസ ഉണ്ട്, എനിക്ക് 60 ലക്ഷത്തിൻ്റെ വീട് വേണം, അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ വീട് വേണം, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ നല്ല ഉഷാറുണ്ടാക്കി തന്നാൽ മതി, നമുക്കൊരു അഭിപ്രായം ഒന്നും പറയാനുണ്ടാവില്ല. അങ്ങനെ ആവരുത്. പ്രിപ്പയർ ചെയ്യണമെന്ന് പറയും. തഖ്തീജ് എന്നാണ് അറബിയിൽ പറയുക. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. ഏറ്റവും കൂടുതൽ സമയമെടുക്കേണ്ട സംഗതി ഇതാണ്, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ, പക്ഷെ വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങും, അതങ്ങ് പ്രശ്നമാവും ചെയ്യും.